ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഒറ്റപ്പാലത്ത് മേജർ രവി BJP സ്ഥാനാർത്ഥിയാകാൻ സാധ്യതകളേറെ. ഒറ്റപ്പാലത്ത് മേജർ രവി BJP സ്ഥാനാർത്ഥിയായി സാധ്യത തള്ളാതെ മേജർ രവി കഴിഞ്ഞ 3 തവണ പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അപ്പോഴെല്ലാം ഇല്ലെന്ന മറുപടി പറഞ്ഞ താൻ ഇക്കുറി മത്സരിക്കാമോ എന്ന ചോദ്യത്തിന് മത്സരിക്കാമെന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും മത്സരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും ഒറ്റപ്പാലത്ത് ആര് സ്ഥാനാർത്ഥിയായാലും പിന്തുണ നൽകുമെന്നും മേജർ രവി ഒറ്റപ്പാലത്ത് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാനാണോ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം അത് പറയേണ്ടത് പാർട്ടിയാണ്. അത് ഇതുവരെ പാർട്ടി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് then I can commit that yes ഞാൻ പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന എൻ്റെ അന്യൻ ഇവിടെ ചുമരെഴുത്തിന് വരുന്നത്. അപ്പോൾ ഞാനിവിടെ പാലക്കാട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചുമരെഴുത്ത് നടത്തി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഒറ്റപ്പാലത്ത് തുടക്കം കുറിച്ചിരുന്നു. ഇതോടെ അനൌദ്യോഗികമായി പ്രചരണങ്ങളും മേജർ രവി ആരംഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ മേജർ രവി തന്റെ സാന്നിധ്യം അറിയിച്ചതും പിന്നീട് ഒറ്റപ്പാലത്തെ BJP ഓഫീസ് സന്ദർശനം നടത്തിയതും BJP സ്ഥാനാർത്ഥി മേജർ രവി തന്നെ ആയിരിക്കും എന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അഭ്യൂഹങ്ങൾ ശരിവെക്കും പോലെ തന്നെയാണ് ചുമരെഴുത്ത് കഴിഞ്ഞതിന് ശേഷം മേജർ രവി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച കുറിപ്പിനെയും കാണാൻ കഴിയുക. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ NDA പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചുമരെഴുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനായി എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുകയും തുടർന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലും മാധ്യമങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതും നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും അടക്കം മുഖ്യ പ്രതിപക്ഷമായതും BJPയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിലെ അനുകൂല സാഹചര്യത്തിൽ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഒറ്റപ്പാലത്തെ BJPയുടെ പ്രതീക്ഷ. CPM സ്ഥാനാർത്ഥിയായി നിലവിലെ MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ തന്നെ ആയിരിക്കുമെന്ന വാർത്തകളും അതോടൊപ്പം CPMനുള്ളിൽ പ്രേംകുമാറിന് സീറ്റ് നൽകുന്നതിൽ വിയോജിപ്പുണ്ടെന്നും തരത്തിലുള്ള വാർത്തകളും ഇടതുപാളയത്തിൽ നിന്ന് തന്നെ വരുന്ന സാഹചര്യത്തിലും PK ശശി സ്വതന്ത്രനായി മത്സരിച്ചാൽ UDF പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിൽ കടുത്ത പ്രതിഷേധം UDFനുള്ളിൽ ഉണ്ടെന്നുമുള്ള വാർത്തകളും BJPയുടെ വിജയപ്രതീക്ഷ കൂട്ടുന്നുണ്ട്.